നമസ്കാരം. വിലക്കയറ്റം രാജ്യത്തെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത നിലയിലാണോ? രാജ്യത്തെ 90% കുടുംബങ്ങളിലും വർഷം 3 ലക്ഷം രൂപയിൽ താഴെയാണോ വരുമാനം? ന്യൂയോർക്ക് ടൈംസ് വിശദീകരിച്ചതുപോലെ മാസം 25,000 രൂപ തികച്ചു കിട്ടാത്തവരാണോ രാജ്യത്തെ 90% കുടുംബങ്ങളും? അങ്ങനെയുള്ളവർക്ക് താങ്ങാൻ പറ്റുന്നതാണോ ഇപ്പോഴത്തെ വിലക്കയറ്റം? വിലക്കയറ്റത്തിനനുസരിച്ച് ഇവിടെ വരുമാനം കൂടിയിട്ടുണ്ടോ? രാജ്യത്തെ ശരാശരി വിലക്കയറ്റത്തെക്കാൾ കൂടുതലാണോ കേരളത്തിലെ വില? എന്തുകൊണ്ട് നമ്മുടെ കീശ കീറി എന്ന ആ കണക്കിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കൂടുതൽ വിശദീകരണങ്ങൾ ഇല്ലാതെ നേരെ ആ കണക്കുകളിലേക്ക്. രാജ്യത്ത് 2014 അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അരിയുടെ വില 27 രൂപ 58 പൈസ. ഇത് രാജ്യത്തെ ശരാശരി വിലയാണ്. ഇപ്പോൾ 1 കിലോ അരിക്ക് 43 രൂപ 3 പൈസ. വർധന 15 രൂപ 45 പൈസ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ രേഖകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ന്യൂസ് മലയാളം പങ്കുവയ്ക്കുന്നത്. ഗോതമ്പിന് 2014 20 രൂപ 76 പൈസ ആയിരുന്നത് ഇപ്പോൾ 32 രൂപ 40 പൈസ, കൂടിയത് 11 രൂപ 64 പൈസ. തുവരപ്പരിപ്പിന് 70 രൂപ 48 പൈസയിൽ നിന്ന് 62 രൂപ 97 പൈസ കൂടി 133 രൂപ 45 പൈസയായി. ഇതെല്ലാം രാജ്യത്തെ ശരാശരി വിലയാണ് എന്ന് മറക്കരുത്. ഉഴുന്നിന് 70 രൂപ 78 പൈസയിൽ നിന്ന് 120 രൂപ 2 പൈസയായി, കൂടിയത് 49 രൂപ 24 പൈസ. പഞ്ചസാരയ്ക്ക് 9 രൂപ 65 പൈസയും പാലിന് 21 രൂപ 57 പൈസയും പാമോയിലിന് 67 രൂപ 51 പൈസയുമാണ് കൂടിയത്. എന്തിനാണ് ഇങ്ങനെ ഇനം പറഞ്ഞ് വില നോക്കുന്നത് എന്നല്ലേ? കാലം കഴിയുന്തോറും വില കൂടുകയല്ലേ ഉള്ളൂ എന്നല്ലേ സംശയം? വില കൂടുമ്പോൾ അതനുസരിച്ച് വരുമാനവും കൂടണം. അങ്ങനെയാണ് വികസിത രാജ്യം ഉണ്ടാകുന്നത്. ആ കണക്കിലേക്ക് പോകും മുമ്പ് കേരളത്തിന്റെ സ്ഥിതി കൂടി നോക്കാം. ഇതേ 7 ഇനങ്ങളുടെ കേരളത്തിലെ വിലയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അരിക്ക് കേരളത്തിൽ ഇതേ സമയം 34 രൂപയിൽ നിന്ന് 50 രൂപ 29 പൈസയായി, കൂടിയത് 16 രൂപ 29 പൈസ. ഗോതമ്പിന് 20 രൂപ 43 പൈസയാണ് വർദ്ധിച്ചത്. തുവരപ്പരിപ്പിന് കേരളത്തിൽ 73 രൂപ 60 പൈസയും ഉഴുന്നിന് 52 രൂപ 75 പൈസയും കൂടി. പഞ്ചസാരയ്ക്ക് 10.5 രൂപയാണ് സംസ്ഥാനത്ത് വർദ്ധിച്ചിരിക്കുന്നത്. പാലിന് ഇതേ കാലത്ത് 18 രൂപ 8 പൈസ കൂടി. പാലിന് വില കൂടുമ്പോൾ കർഷകർക്ക് നേട്ടമാണ്. അതേസമയം അത് ഭക്ഷിക്കുന്നവരുടെ മടിശീലയിലെ കനം കുറയുകയും ചെയ്യും. പാമോയിലിന്റെ വിലയിൽ 81 രൂപ 59 പൈസയാണ് വർധന. പാമോയിൽ എടുക്കാൻ കാരണം വെളിച്ചെണ്ണയുടെ വില ദേശീയ തലത്തിൽ പരിഗണിക്കുന്നില്ല എന്നതിനാലാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെയാണ് വെളിച്ചെണ്ണ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നതാണ് കാരണം. ഇപ്പോൾ ഈ വർധന കേരളത്തിലാണോ ഇന്ത്യയിലാണോ കൂടുതൽ? ഇപ്പോൾ നോക്കിയ 7 ഇനങ്ങളുടെ വർധനയുടെ അനുപാതം നോക്കാം. ആദ്യത്തെ ഇനം അരിയാണ്. എല്ലാ മലയാളികളും വാങ്ങുന്ന ഇനം. അരിക്ക് ദേശീയ തലത്തിലെ വർധന 56.01%. കേരളത്തിൽ അത് 47.91% മാത്രം. അരിവില 50 രൂപയായി താങ്ങാൻ കഴിയുന്നില്ലെങ്കിലും ദേശീയ തലത്തിലേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് ഇവിടെ വർധന. ഗോതമ്പിന് ദേശീയ തലത്തിൽ 56.06% മാത്രം കൂടിയപ്പോൾ ഇവിടെ 72.96%. പെറോട്ടയായും ചപ്പാത്തിയായും റൊട്ടിയായും ബ്രെഡായും ബണ്ണായും ഒക്കെ മാറുന്ന ഗോതമ്പിന് ദേശീയ തലത്തേക്കാൾ വില കൂടാനുള്ള കാരണം ഇവിടെ ഉൽപാദനം ഇല്ല എന്നതാണ്. പഞ്ചാബിൽ നിന്ന് ഇത്രയേറെ ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴുള്ള ഡീസൽ ചെലവ് 50% ഇക്കാലത്ത് വർദ്ധിച്ചത്. അത് ഉൽപ്പന്ന വിലയിലും കാണും. തുവരപ്പരിപ്പ്, ഉഴുന്ന്, പഞ്ചസാര ഇവയിലെ വർധനയുടെയും കാരണം ഇവിടെ ഉൽപാദനമില്ലാത്തതും ചരക്കുകൂലി കൂടിയതുമാണ്. പാലിലേക്ക് വന്നാൽ ദേശീയ തലത്തിൽ 59.01% കൂടിയപ്പോൾ ഇവിടെ വർധന 50.22% മാത്രമാണ്. പാമോയിലിനുള്ള വിലയിലെ വർധനയ്ക്ക് ആനുപാതികമായി നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്കും കൂടിയിട്ടുണ്ട് എന്ന് കണക്കാക്കാം.
പച്ചക്കറി വിലയിലെ മാറ്റം കൂടി വേഗം നോക്കാം. 11 വർഷം കൊണ്ട് പച്ചക്കറിക്കും സാമാന്യം നല്ല വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തെ ശരാശരി വിലയാണ്. പ്രാദേശികമായി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്ക് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സവാളയുടെ ശരാശരി വില 21 രൂപ 57 പൈസയിൽ നിന്ന് 31 രൂപ 79 പൈസയായി. വെണ്ടയ്ക്കയ്ക്ക് 26 രൂപ 14 പൈസയിൽ നിന്ന് ശരാശരി 41 രൂപ 43 പൈസ. വള്ളിപ്പയറിന് 43 രൂപ 25 പൈസയിൽ നിന്ന് 58 രൂപ 21 പൈസ. തക്കാളിക്ക് ശരാശരി 19 രൂപ 86 പൈസയിൽ നിന്ന് 26 രൂപ 36 പൈസ. പച്ചമുളകിന് 44 രൂപ 30 പൈസയിൽ നിന്ന് 67 രൂപ 10 പൈസയുമായി 1 കിലോയുടെ വില. ഇതുപോലെ പച്ചക്കറികളുടെ ഏതിനം എടുത്താലും 20% മുതൽ 80% വരെ വില വർധനയുണ്ട്. 50% മുതൽ 115% വരെയാണ് 11 വർഷം കൊണ്ട് ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വില വർധന. ഈ വില വർധന സ്വാഭാവികമാണെന്ന് കാണണമെങ്കിൽ അതിനൊപ്പം വരുമാനവും കൂടണം. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആളോഹരി വാർഷിക വരുമാനത്തിലെ ആ കണക്കെടുക്കാം. 2014 72,805 രൂപയായിരുന്നു ആളോഹരി വരുമാനം. ഇപ്പോഴത് 86,668 രൂപ മാത്രമാണ്. ഇത് കോൺസ്റ്റന്റ് പ്രൈസിലുള്ള ആളോഹരി വരുമാനമാണ്. ലോകമെങ്ങും കണക്കാക്കുന്ന രീതിയിൽ 2011 വില നിലവാരം അനുസരിച്ചുള്ളത്. ആളോഹരി വരുമാനത്തിലെ ആകെ വർധന 13,863 രൂപ മാത്രമാണ്. 19% മാത്രം വർധന. ഉൽപ്പന്ന വിലയിലെ വർധന പല ഇനങ്ങൾക്കും 100% വരെയാണ്. 11 വർഷം മുമ്പ് 100 രൂപ വരുമാനം ഉണ്ടായിരുന്നയാൾക്ക് ഇപ്പോൾ 119 രൂപ കിട്ടുന്നുണ്ട്. എന്നാൽ 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 180 മുതൽ 240 രൂപ വരെ കൊടുക്കണം. ഇത് താങ്ങാൻ പറ്റുന്നതാണോ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കുത്തി ചോദിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.